അതുപോലെ പല വ്യാജ വാർത്തകളും ആരോ പറഞ്ഞിട്ടു സമസ്തയുള്ള ജമീയത്തുൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇന്നാളെയാണ് പിന്താങ്ങുന്നത് ഇന്നാളെ. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആ ജയിച്ചു പോയ UDFൻ്റെ ആ MLA-മാരൊക്കെ ഇതിന് അർഹരാണ്. സ്വാഭാവികമായിട്ട് വലിയ കക്ഷിൻ്റെ നേതാക്കന്മാരായിരിക്കും മുഖ്യമന്ത്രിയായി വരിക. അത് ആര് വന്നാലും സമസ്തയുള്ള ജമീയത്തുൽ അതിലൊരു എതിർപ്പില്ല. ആര് വന്നാലും സമസ്തയുള്ള ജമീയത്തുൽ ആവശ്യമുള്ള സംഗതികൾ അവരെ മുന്നേ നമ്മൾ ബോധിപ്പിക്കും. അത് നമുക്ക് സാധിപ്പിച്ച് തരണം. അത് സാധിപ്പിച്ച് തരണില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അത്രേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പല ചാനലുകളും ഈ ചാനലുകൾക്കൊക്കെ എവിടുന്നാണ് ഈ വാർത്ത ഇടുന്നുള്ളതാണ്. ഞാനൊന്നും മിണ്ടിയിട്ടില്ല. പിന്നെ സമസ്തൻ്റെ പേരിൽ വേറെ ആരെങ്കിലും പറഞ്ഞിരിക്കണമെന്നത് നമുക്കറിയില്ല. അങ്ങനെ പലരും അങ്ങനെ ഉണ്ടല്ലോ. എല്ലാവർക്കും അങ്ങനെ സമസ്ത എന്നുള്ള പേരിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൽ ഇടപെടുന്ന പ്രശ്നം തന്നെ ഇല്ലല്ലോ. അതിന് വേണ്ട ആളുകൾ കോൺഗ്രസ് എന്നതൊരു വലിയ സംഘടനയാണ്, വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിലേക്കൊരു ഐക്യമെൻ്റുണ്ട്. അത് ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത്, അതിന് യോഗ്യനായ ആളുകൾ അവർ മുഖ്യമന്ത്രിയാവും. അത് ആരാക്കിയാലും വേണ്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്കപ്പെടുന്ന വ്യക്തി ആരായാലും അത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമുദായത്തിനെ അവഗണിക്കുകയോ അല്ലെങ്കിൽ സുന്നി സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ അത് പരിഗണിക്കാതെ പോകുന്നതായ ഒരാളാവാൻ പാടില്ല. അത്രമാത്രമേ നമുക്കുള്ളൂ. ആര് വന്നാലും വേണ്ടില്ല. അപ്പോൾ സമസ്തയുള്ള ജമീയത്തുൽ ഇന്നാളാണ്, സമസ്തയുള്ള ജമീയത്തുൽ ഇന്നാളാണ് എന്ന് പറഞ്ഞിട്ട് അതിന് എതിരുള്ള ആൾ വരുമ്പോൾ അയാളോട് പോയി പറയാം, കണ്ടില്ലേ നിങ്ങളല്ലല്ലോ സമസ്തയൊന്നും ഇതാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് സമസ്തക്ക് നിങ്ങളിഞ്ഞൊന്നും ചെയ്തു കൊടുക്കണ്ട. അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെ ഏതെങ്കിലും ചാനലുകൾ ഉണ്ടെങ്കിൽ ആ ചാനലുകൾ സമസ്തയുള്ള ജമീയത്തുൽ നിന്ന് ആരാണത് പറഞ്ഞത്, ആരെ വാക്കനുസരിച്ചാണ് അവർ അന്നേക്ക് ന്യൂസ് കൊടുക്കാനുള്ള കാരണം എന്നുള്ളത് നമ്മളതിനെപ്പറ്റി ചോദിക്കാൻ പോവുകയാണ്. നമ്മളതിനെപ്പറ്റി പഠിക്കും. മുമ്പും കണ്ടത്തെ വ്യാജ വാർത്തകൾ ഉണ്ടായപ്പോൾ പലതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ നമ്മളോട് പിന്നെ നമുക്കത് പറയാൻ പറ്റില്ല, നാളെ പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളാരും സമസ്തയുള്ള ജമീയത്തുൽ ബന്ധപ്പെട്ട ആരും തന്നെ അതിൽ വഞ്ചിതരാവരുത്. നമ്മളിവിടെ ആ മുഖ്യമന്ത്രി ആരാണാവണം അത് അവരാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും, UDF അവർ തീരുമാനിക്കും. അവർ ആരെയാണോ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നത് അയാൾ മുഖ്യമന്ത്രിയായി വരും. അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നമ്മളഭിപ്രായം പറയില്ല. നമ്മളങ്ങനെ ആരാക്കണം എന്നുള്ളൊരു എഴുത്ത് കൊടുക്കാറില്ല. അങ്ങനെ ആരൊക്കെ എഴുത്ത് കൊടുത്തത് കേട്ടു, എഴുത്ത് കൊടുക്കുന്നവർക്കൊക്കെ എഴുത്ത് കൊടുക്കുക. ഞങ്ങൾക്ക് അങ്ങനത്തെ താല്പര്യമൊന്നും ഇല്ല എഴുത്ത് കൊടുത്തുകൊണ്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷങ്ങളെ നമ്മൾ പിന്നെ ആക്കണമെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ എഴുത്ത് കൊടുക്കാനും ഇങ്ങനത്തെ ഒന്നും സമസ്ത കേരള ജമീയത്തുൽ ഇല്ല. സമസ്ത കേരള ജമീയത്തുൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമീയത്തുൽ ആശയാദർശങ്ങൾ അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ അതിനിവിടെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു നിലപാടുകളും അതിൻ്റെ മാർഗരേഖയൊക്കെ മുൻകഴിഞ്ഞതായ പണ്ഡിതന്മാർ നമുക്ക് വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാവണം സമസ്ത കേരള ജമീയത്തുൽ നേതാക്കന്മാരാണെങ്കിലും അതിൻ്റെ പ്രവർത്തകരാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കേണ്ടത്.